പുള്ളി അന്ന് ഈ ഞാൻ പോയിരുന്ന സ്കൂൾ വാനുണ്ട്. ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. 9ാം ക്ലാസ് തൊട്ടിട്ട് വണ്ടി കാറിലും പിന്നെ കാർ ഓടിച്ചൊക്കെയാ പോയത്. അന്ന് അവിടെ ചെന്നൈയിൽ പിന്നെ ലൈസൻസും മറ്റേ ഇതൊന്നും ഇല്ല. പോവാ. പുള്ളി ഞാൻ പോയിരുന്ന സ്കൂൾ വാനിലെ ആസ്ഥാനം എന്ന് വെച്ചാൽ സ്കൂൾ എത്താൻ ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 15 മിനിറ്റിൽ 5 മിനിറ്റ് 10 ഓരോ 2 മിനിറ്റും 3 മിനിറ്റിലും കൂടെ പാട്ട് പാടുന്ന എല്ലാരും പാട്ട് പാടി സ്കൂൾ വരെ എത്തിക്കുന്ന ആളാ. അപ്പൊ പുള്ളിക്ക് വന്ന എനിക്ക് വന്ന ഒരൊറ്റ ഉദ്ദേശം ഉണ്ടാവുള്ളൂ, ഓപ്പോസിറ്റ്. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു നന്നായി പാട്ട് പാടും. അപ്പൊ എന്നെ അവിടുത്തെ സ്കൂളിലൊക്കെ ഉള്ള നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദിക്കാര് എന്ന് വെച്ചാൽ തും വിനീത് ബയ്യ ബൈ ഹെന എന്നൊക്കെ ചോദിക്കുക. ഹിന്ദിക്കാരൊക്കെ വിനീത് ശ്രീനിവാസനെ അറിയുന്നെന്ന് പറയുമ്പോ, കാരണം പുള്ളിനെ ആർക്കും അറിയില്ല, ശരാശരി ലുക്കിംഗ്. പക്ഷെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ പാട്ടിന്റെ പരിപാടി. വാനിൽ സ്ഥിരമായി പാട്ട് പാടുക. കാരണം ഞാൻ ആദ്യം പുള്ളിയുടെ 2 സ്കൂൾ വാൻ ഉണ്ടായിരുന്നു, പുള്ളി വേറെ വണ്ടിയിലാണ് പോയത്. പിന്നെ പിന്നെ ഇതിലോട്ട് പോയപ്പോഴാണ് അവിടെ സ്കൂൾ വാനിലടക്കം പാട്ട് പാടി ആൾക്കാരെ എന്റർടൈൻ ചെയ്ത് ഒരു ദിവസം പോലും വാന് പാട്ട്. വിഷ്വൽ എങ്ങനെയായിരിക്കും? വിഷ്വൽ ഞാൻ പുള്ളി ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് പുള്ളി തൊല്ലിത്തരം പാട്ടൊക്കെ പാടും. കുട്ടികളൊക്കെ സൈഡിൽ നിന്നിട്ട് ജാം ചെയ്ത് ചില്ല് ചെയ്ത് മറ്റേ ടൂറിനൊക്കെ പോകുന്ന പോലത്തെ ഇതായിരുന്നു. അപ്പൊ ഇത് സ്ഥിരം, കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ല സ്കൂൾ വാനില് പാട്ട് പാടി പോകുന്ന. പുള്ളി +2 വരെ എനിക്ക് പോകുന്ന 10 നമ്മള് സ്കൂൾ വാനിലാണ് പോയിക്കൊണ്ടിരുന്നത് പാട്ട് പാടാൻ വേണ്ടിട്ട്. 1 വർഷം കഴിഞ്ഞ പുള്ളി മാറി തോന്നുന്നു.